അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരാൾ കൂടി മരിച്ചതോടെ കോഴിക്കോട് ജില്ലയിൽ ജാഗ്രത വർദ്ധിപ്പിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലെ ജലാശയങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യും. കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളിൽ ഇറങ്ങരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി അനഘ ഹർഷൻ ഒപ്പം ചേരുന്നു. അനഘ, അമീബിക് മസ്തിഷ്ക ജ്വരത്തിൽ കോഴിക്കോട് മരണം ഇതാദ്യമല്ല. ഇന്നലെ ഒരു മരണം കൂടി നമ്മൾ കേട്ടതാണ്. വേദനയുടെ കേരളം അത് ഏറ്റുവാങ്ങിയതുമാണ്. നോക്കൂ, ഇപ്പോഴാണ് ക്ലോറിനേറ്റ് ചെയ്യണം എന്ന തീരുമാനമെടുക്കുന്നത്. ജലാശയങ്ങൾ ഇറങ്ങരുത്, കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങൾ ഇറങ്ങരുത് എന്ന നിർദ്ദേശം വരുന്നത്. നോക്കൂ, അനാസ്ഥയുടെ മറ്റൊരു ഉദാഹരണമായി മാറുന്നില്ലേ ഈ വൈകിയുള്ള തീരുമാനമെടുക്കൽ? തീർച്ചയായും കൃഷ്ണരാജ്, ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും കോഴിക്കോട് ജില്ലയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ വർഷം എടുത്ത കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ 10-ലധികം പേരാണ് കോഴിക്കോട് ജില്ലയിൽ മാത്രം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരണപ്പെട്ടത്. ഇത് 3 മാസം പ്രായമുള്ള കുഞ്ഞുവരെ ഈ മരണപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ്. അതിനോടനുബന്ധിച്ച് തന്നെ എവിടെ നിന്നാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ഉണ്ടാകുന്നത്, അതിന്റെ യഥാർത്ഥ ഉറവിടം കണ്ടെത്താൻ ആരോഗ്യ വകുപ്പ് അധികൃതർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതിനുള്ള ശ്രമം പോലും ആരോഗ്യ സംവിധാനത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചുകൊണ്ട് ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഈ സാഹചര്യത്തിലാണ് കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം അധികൃതർ നൽകിയിരിക്കുന്നത്. കോർപ്പറേഷൻ പരിധിയിലുള്ള കിണർ, കുളം, അതുപോലെ തന്നെ തോട് തുടങ്ങിയ ജലാശയങ്ങളിൽ ഒന്നും തന്നെ ആളുകൾ ഇറങ്ങരുത്, മുങ്ങി കുളിക്കരുത് എന്നുള്ളൊരു നിർദ്ദേശം കൂടി ആരോഗ്യവകുപ്പ് അധികൃതർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് ഏതെങ്കിലും തരത്തിൽ ഈ ജലാശയത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ഉണ്ടാക്കുന്ന അണുക്കൾ ഉണ്ടെങ്കിൽ ആ അണുക്കൾ മൂക്കിലൂടെ കയറിക്കഴിഞ്ഞാൽ മാത്രമാണ് ഇത് രോഗമായി മാറുന്ന സാഹചര്യം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ജലാശയങ്ങളിൽ ഇറങ്ങുകയാണെങ്കിൽ ഒരു കാരണവശാലും തല ആ ജലാശയത്തിലേക്ക് പതിക്കുന്ന രീതിയിലുള്ള ഇടപെടൽ നടത്തരുത് എന്നുകൂടി ആരോഗ്യവകുപ്പ് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ഒരു ഇടവേള എന്ന് പറയുന്നത് വെക്കേഷൻ ആയിരുന്നു, ക്രിസ്മസ് വെക്കേഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ തന്നെ ഈ ജലാശയങ്ങളിലൊക്കെ ഇറങ്ങി കളിക്കാനുള്ള ഒരു സാധ്യതയും മുന്നിലുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് പോലും കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലെ ഈ ഒരു ജലാശയങ്ങളിലും ഇത്തരത്തിൽ ക്ലോറിനേഷൻ ചെയ്യുന്നതിനുള്ള നടപടികളിലേക്കൊന്നും തന്നെ ആരോഗ്യവകുപ്പ് കടന്നിട്ടില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഇപ്പോൾ ജില്ലയിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകുകയും കുളങ്ങൾ, അതുപോലെ തോടുകൾ തുടങ്ങിയ ജലാശയങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്യുന്നത്. ഇന്ന് ഉച്ചയോടെ തന്നെ ഈ കോഴിക്കോട് പുതിയങ്ങാടി, ഇന്നലെ രോഗം സ്ഥിരീകരിച്ച സ്ഥലം പുതിയങ്ങാടിയായിരുന്നു. ആ പുതിയങ്ങാടി പ്രദേശത്തുള്ള കുളങ്ങൾ, തോടുകൾ തുടങ്ങിയ ജലാശയങ്ങളൊക്കെ ക്ലോറിനേറ്റ് ചെയ്യുകയാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടാവുക. മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെ ഇത് വ്യാപിപ്പിക്കാനും ആരോഗ്യവകുപ്പ് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്ന പ്രധാന കാര്യം, മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരാൾ കൂടി മരിച്ചതോടെ കോഴിക്കോട്ട് അതീവ ജാഗ്രതയാണ്. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലെ ജലാശയങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യും. കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളിൽ ഇറങ്ങരുത് എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നോക്കൂ, ക്രിസ്മസ് അവധി കഴിഞ്ഞ് കുട്ടികൾ സ്കൂളിലേക്ക് പോയി തുടങ്ങിയത് ഇന്നലെയാണ്. ഇന്നലെ വരെ ഇങ്ങനൊരു നിർദ്ദേശമേ ഇല്ല. അതായത് കുട്ടികളെന്നല്ല, കുടുംബങ്ങൾ പല ഇടങ്ങളിൽ വെള്ളച്ചാട്ടങ്ങളിലൊക്കെ പോകുന്ന സമയമാണ്, അല്ലെങ്കിൽ ജലാശയങ്ങളിലൊക്കെ പോകുന്ന സമയമാണ്. അതൊന്നും നിയന്ത്രിക്കാൻ അപ്പോഴൊന്നും അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇന്നലെ ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടെ വലിയ ജാഗ്രതയാണ് ഞങ്ങൾ പുലർത്തുന്നത് എന്ന് കാണിക്കാൻ ഇറങ്ങി പുറപ്പെടുകയാണ് ഇവർ. എന്തൊരു അനാസ്ഥയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു അനഘ ഹർഷൻ.